ഹായ് ഫ്രണ്ട്സ്, വിജയ രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞൻ വീഡിയോയാണ് കേട്ടോ. കുഞ്ഞൻ വീഡിയോയും അതുപോലെ തന്നെ ഒരു കുഞ്ഞൻ എലിയും ഞങ്ങളുടെ അടുക്കളയിൽ കടന്നുകൂടിയിട്ട് മാസം 6 കഴിഞ്ഞു കേട്ടോ. ഇന്ന് അത് പോകും നാളെ പോകുമെന്ന് പറഞ്ഞ് ഞാൻ അതങ്ങനെ നീട്ടി വിടുകയായിരുന്നു. പാവം തോന്നുന്നു, പാവം പോട്ടെ രക്ഷപ്പെടട്ടെ എന്നൊക്കെ ഓർത്ത് അങ്ങനെ വെറുതെ വിടുകയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം രമേശ് ചേട്ടൻ വന്ന സമയത്ത് അടുക്കള കണ്ട സമയത്ത് അവർ തന്നെ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ കബോർഡുകൾ വരെ കടിച്ചു തിന്നു. ഇത് കണ്ടിട്ട് രമേശ് ചേട്ടൻ പറഞ്ഞു, നിനക്ക് എങ്ങനെ തോന്നി ബിജി, നമ്മുടെ പൈസ ഇല്ലേ ഈ കബോർഡെല്ലാം പോയത്, എന്താണ് നീ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, നിനക്കിതിന് എന്നേ കൊന്നൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കണ്ടു കിട്ടണ്ടേ ഈ ആശാനെ, എവിടെന്നോ പതുങ്ങി വരും, എവിടെന്നോ രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ ഓരോ കബോർഡുകൾ തുറന്ന് നോക്കിയപ്പോൾ ക്ലാസ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ പേപ്പർ ഇട്ടാണ് പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ നമുക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ കിട്ടിയ ഗ്ലാസ് ഇട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് തുറന്ന സമയത്ത് എലി എടുത്ത് പുറത്ത് ചാടിയ സമയത്ത് എല്ലാവരും അറ്റാക്ക് ചെയ്ത് നിൽക്കണം, ചൂലൊക്കെ വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പുറത്തുനിന്നൊരു കമ്പ് എടുത്ത് കൊടുക്കുന്നുണ്ട്, കമ്പി ഉണ്ടല്ലോ അതെടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പുറത്ത് ഈ സമയം വീഡിയോ പിടിക്കുന്നുണ്ട്. നമ്മുടെ നായ്ക്കുട്ടികളാണെങ്കിൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, അവന്മാർക്ക് മനസ്സിലായി എന്തോ സംഭവമാണെന്ന്, ഭയങ്കര കുരയും ബഹളവും. എന്തായാലും ഓരോരോ ഷെൽഫിൽ നിന്ന് പാത്രങ്ങളെല്ലാം എടുത്ത് സൂര്യ ആര്യയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. രമേശ് ചേട്ടൻ നോക്കിയ സമയത്ത് എലി അവിടെ കണ്ടു, പക്ഷേ എങ്ങോട്ടാണ് പോയെന്ന് അറിയത്തില്ല. അപ്പോഴത്തേക്ക് സൂര്യക്ക് നല്ല വിഷമമായി. അവളെൻ്റെ അടുത്ത് പറയും, അമ്മ എലിയെ കാണുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഞാൻ കഥ തുറന്ന് ഞാൻ വിടും, അമ്മ മിണ്ടാ നിന്നോണം, അത് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ എന്തായാലും എലിയെ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ ഇത് രക്ഷപ്പെടുന്ന കാരണം വെച്ചാൽ അടുക്കളയ്ക്കകത്ത് കിച്ചൺ കബോർഡ്, താഴത്തെ കബോർഡ് ഉണ്ടല്ലോ, അവിടെയെല്ലാം അങ്ങോട്ട് ഓടുന്നു, അവിടെ നിന്ന് അടപ്പ് തുറന്നിട്ട് ഇങ്ങോട്ടാക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ അടുക്കള വാതിലിൻ്റെ അവിടെ ഞാൻ ഗ്രൈൻഡർ എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ആ ഗ്രൈൻഡറിൻ്റെ ഇടയിൽ ഇത് വന്നു. അപ്പോഴത്തേക്കും ഇതിന് മുന്നേ സൂപ്പർ മാർക്കറ്റിൽ പോയി ഈ പശ ഉണ്ടല്ലോ, ഈ ബോർഡ് ഉണ്ടല്ലോ, അത് വാങ്ങി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറേ ദിവസം വെച്ചിട്ടും അത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. പക്ഷേ പാവ എങ്ങനെയോ ഒട്ടിപ്പിടിച്ച് കേട്ടോ. അപ്പോഴത്തേ രമേശ് ചേട്ടനെ കമ്പിട്ട് ഒരു കുത്തിപ്പോൾ സൂര്യാടയിൽ കരച്ചിൽ, ആര്യാണെങ്കിൽ ഇങ്ങനെ നിർനിവേശയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അടുക്കളയിൽ കയറിയ കുഞ്ഞൻ എലിയെ ഇന്നത്തോടെ വക വരുത്തിയിട്ടുണ്ട്. എലിയെ പേടിച്ച് ഇല്ലം ചൊട്ട അവസ്ഥ എന്ന് വെക്കില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ അടുക്കളയിൽ കിടന്ന എല്ലാ കബോർഡിനകത്ത് കിടന്ന പാത്രങ്ങൾ മൊത്തവും പുറത്താക്കി. അത് നോക്കിയേ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. കണ്ടോ, ഇത്രയും കട്ടിയുള്ള ഈ കബോർഡ് കണ്ടോ കടിച്ച് തിന്നിരിക്കുന്നത് കണ്ടോ. ഇത് മൾട്ടി വുഡിൻ്റെ എന്താണെന്ന് തോന്നിട്ട് 2008 ഞങ്ങൾ ഈ വീട് പണി കഴിപ്പിച്ചത്, അന്നേരം ചെയ്തതാണ്. ഇപ്പോൾ നോക്കിയേ എത്ര ഭംഗിയായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. പക്ഷേ എൻ്റെ തടി കഷ്ണങ്ങളെ വരെ ഇത് തിന്ന് എൻ്റെ പൊന്നോ, ഇതിന് അസുഖം പിടിച്ചില്ലെന്നാണ് കേട്ടോ. വലിയ എലിയായിപ്പോയി. ഞാൻ ഫസ്റ്റ് കണ്ട സമയത്തൊരു കുഞ്ഞനായിരുന്നു, പിന്നെ അങ്ങ് ഭയങ്കര വലുതായിപ്പോയി. എന്തായാലും അടുക്കളയ്ക്കകത്ത് ഷെൽഫിനകത്ത് കിടന്ന എല്ലാ സാമഗ്രികളും പുറത്ത് വന്നു കേട്ടോ. പിന്നെ ഒരു ക്ലീനിങ് ആയിരുന്നു എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ലാത്ത പണിയായിരുന്നു കേട്ടോ. രാത്രി ആയ സമയത്തേക്ക് പട്ടികളുടെ കുരയും പിന്നെന്ത് പറയുക ചൂടും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ. ഇത് കണ്ടോ, ഇത് ഞാൻ ക്ലാസ് സെറ്റൊക്കെ ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചതാണ് കേട്ടോ. പിന്നെ അതെല്ലാം മാറ്റി അവിടെ എല്ലാം തുടച്ചു, ഡെറ്റോളിട്ട് എല്ലാം ഇങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി തുടച്ച് എടുത്ത് വെച്ച്. എൻ്റെ പൊന്നോ, ഒരു മെനക്കെട്ട പണിയായിരുന്നു കേട്ടോ. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അതിനകത്ത് ഇരിക്കുന്നത്. എന്തിനാ വാങ്ങി വെച്ചെന്ന് ഒരു പിടിയില്ല. ഇപ്പോൾ അതിനകത്ത് ഒരു പണിയും ഞാൻ കൊടുക്കുന്നില്ല, എല്ലാം അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. എന്തായാലും ഓരോ കാരണങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയാക്കുന്നത്. അത് എലി കാരണം എൻ്റെ അടുക്കളയെല്ലാം ക്ലീനായി. നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ ഉപയോഗിക്കുന്ന കട്ടൻ ചായ കുടിക്കുന്ന കപ്പുകളൊക്കെയാണ് കേട്ടോ ഈ അടുക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും എലി കാരണം എൻ്റെ അടുക്കള നല്ല ക്ലീനായി. സ്റ്റോർ റൂം അത് രമേശിട്ട് അന്ന് ക്ലീനാക്കിയായിരുന്നു. ഏകദേശം ഒരു 1200 രൂപയോളം കിട്ടിയായിരുന്നു കേട്ടോ സ്റ്റോർ റൂമിലെ സാധനങ്ങൾ വിറ്റപ്പോൾ. കാരണം വെച്ചാൽ ബുക്കും പേപ്പറും ഞാൻ പറഞ്ഞില്ല കുറേ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ എന്തായാലും അടുക്കളയിലെ സാധനങ്ങളെല്ലാം കെട്ടി ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് ആക്രിക്ക് കൊണ്ട് കൊടുക്കണം കേട്ടോ. എന്തായാലും വളരെ നീറ്റായിട്ട് ഞങ്ങൾ അടുക്കളയെല്ലാം വൃത്തിയാക്കി ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചു. വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, അതുപോലെ തന്നെ നല്ലെണ്ണ, പിന്നെന്താ തലയിൽ തേക്കുന്ന എണ്ണ, വിനാഗിരി, ഉപ്പ്, അതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ മണി പ്ലാന്റ് 2 ചെടിയും ഒരു പ്ലാന്റ് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചു കേട്ടോ. ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്, അതങ്ങനെ ഇരിക്കട്ടെ എന്ന് ഓർത്തു. പിന്നെ ഒരു ചെറിയ ഷെൽഫ് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയേണ്ട ഒരു ഷെൽഫ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്നിൻ്റെ അടുക്കി വെക്കുന്ന സമയത്ത് ആര്യമോളാണെങ്കിൽ അവൾ എത്ര പാത്രമായിരുന്നാലും എത്ര തേങ്ങയായാലും നിന്ന് അങ്ങോട്ട് ചിരിവ് നിന്ന് കഴുകും. ഇതേപോലെ ഒരു മടിയില്ല കേട്ടോ അവൾക്ക്. സൂര്യയാണെങ്കിൽ ക്ലീനിങ്ങും. അപ്പോൾ അത് കാരണം എനിക്ക് സുഖമായിരുന്നു. ഈ സമയം രമേശൻ്റെ കൗണ്ടറാണ്, നീ അങ്ങോട്ട് പിള്ളേരെ ഒന്ന് ഹെൽപ്പ് ചെയ്തെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞതേ മനുഷ്യ പ്രശസ്ത യൂട്യൂബറാണ്, പ്രശസ്ത യൂട്യൂബർക്ക് കിച്ചൺ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അത് കാരണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിലേക്ക് സവാളയും ഉള്ളിയൊക്കെ വെക്കുന്നത്. എൻ്റെ ഈ ഗ്രൈൻഡർ ഉണ്ടല്ലോ, ഞാൻ ഇന്നും വരെ അത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ആകെ 1-2 പ്രാവശ്യം അരച്ചത് തന്നെ, പിന്നെ അവിടെ സൈഡാക്കിയിട്ടുണ്ട്. പിന്നെ അരി ഇട്ട് വെക്കുന്നത് എൻ്റെ ഇളയച്ചൻ അച്ഛൻ്റെ അനുജൻ ബോംബെയിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്ന പാത്രമായിരുന്നു. ആ പാത്രം അരി വെക്കുന്നത് ഇതിപ്പോൾ രമേശൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മൾ നായ്ക്കുട്ടികൾക്ക് വെക്കാനുള്ള ചോറ് അരിയാണ് കേട്ടോ. പിന്നെ ഇതായ ഉണ്ടല്ലോ ഈ ഒരു ഫ്രൂട്ട് വേളാപ്പഴം അങ്ങനെ എന്തോ ആണ്, വ്ളാങ്ങാപ്പഴം, അതിൻ്റെ
ജ്യൂസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. ഇത് രമേശൻ്റെ വീട്ടിലെ നാരകം, അവിടുത്തെ വലിയ നാരകം കേട്ടോ. ആ നാരങ്ങനെ ചുരയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇത് രമേശേട്ടൻ ഖത്തറിൽ നിന്ന് കുറച്ച് എംബ്ലം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഫ്രിഡ്ജിൻ്റെ കബോർഡിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും ഒരു എലി കാരണം എൻ്റെ അടുക്കള ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഷെൽഫായാലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ കയറി കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എല്ലാം വളരെ നീറ്റായി അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എലിയെ പേടിച്ച് ഇല്ലം ചുട്ട കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ എലിയെ പേടിച്ചാൽ എലി കാരണം എൻ്റെ അടുക്കള നീറ്റായി കേട്ടോ. ഞങ്ങൾ അടുക്കള ചെയ്ത സമയത്ത് ഭയങ്കര കബോർഡ് പൊക്കമായിരുന്നു കേട്ടോ, സ്ലാബ്. അപ്പോൾ അത് കാരണം എൽ ഷേപ്പിൽ ചെയ്തതായിരുന്നേ. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും പുതിയ ബോട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചസാര അതുപോലെ ഉപ്പ് ഭരണിക്കകത്താണ്. പഞ്ചസാര ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ പാവം ഒരു എലി കാരണം വിജയ് രമേശ് വ്ളോഗ് എന്ന ഈ എൻ്റെ അടുക്കള ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എത്രത്തോളം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾ ഇവിടെ പറയുന്നു വിജയ് രമേശ്. ബൈ.